സെക്കൻഡറി മോണോ ആക്ടില് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആളാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹലോ. ഹലോ. പേരെന്താ? കൃഷ്ണസാനിക. വെറൈറ്റി പേരാണല്ലോ. ഈ പേരിൽ വേറെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ പേരിൽ ഇല്ല. ആകെ ഒരാൾക്കേ ഉള്ളൂ അല്ലേ? ആ ഒരാളാണ് ഇപ്രാവശ്യം നമ്മുടെ തൃശ്ശൂർ ജില്ലയെ റെപ്രസെന്റ് ചെയ്ത് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. പ്രതീക്ഷിച്ചിരുന്നോ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുമെന്നുള്ളത്? ഇല്ല, എൻ്റെ മാക്സിമം നോക്കിയിട്ടുണ്ടായി, പക്ഷെ കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോഴാണ് നമ്മൾ നമുക്ക് ഞാനോ എന്നുള്ളൊരു ഇത് വന്നത് അല്ലേ? മൊത്തത്തിൽ നമ്മളിങ്ങനെ പെർഫോമൻസ് കാണുന്ന സമയത്ത് ഇപ്പോൾ മോണോ ആക്ടിൻ്റെ തീമൊക്കെ വരുന്ന സമയത്ത് നമുക്കിങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ തോന്നിയിരുന്നു. എല്ലാവരും കൊണ്ടുവന്നിരുന്ന തീമൊക്കെ വെറൈറ്റി ആയി തോന്നിയിരുന്നു. കൃഷ്ണസാനികയുടെ തീം എന്തായിരുന്നു? ആദിവാസികളെ. അവർക്ക് ഏതാ സ്കൂൾ വരണേ? കയ്പമംഗലം ഫിഷറീസ്. ആരാ നമുക്ക് ഈ ഒരു മോണോ ആക്ടിൻ്റെ ഈ ഒരു പെർഫോമൻസ് പഠിപ്പിച്ചു തന്നത്? ആരാണ്? അനീസ് സാറും അബിൻ സാറും അല്ലേ? ഓക്കെ. കൃഷ്ണസാനിക മുൻപേ മോണോ ആക്ടിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ കൊല്ലം വന്നിട്ടുണ്ടായി, പക്ഷേ ഇവിടെ നിന്ന് കയറാൻ പറ്റിയിട്ടുണ്ടായില്ലേ. ഡിസ്ട്രിക്ട് ലെവൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു മോണോ ആക്ട് തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണോ അതിന് മുൻപും വരാറുണ്ടോ? ഇല്ല, കഴിഞ്ഞ വട്ടം യൂത്ത് ഫെസ്റ്റിവലിന് വരുന്നത് കഴിഞ്ഞ വർഷമാണ്. അപ്പോൾ വന്ന രണ്ട് തവണയും നമ്മൾ ആദ്യത്തെ തവണ ജില്ലയിലെത്തി, രണ്ടാമത്തെ തവണ സ്റ്റേറ്റിലേക്ക് പോവാണ്. എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് ആദ്യം തന്നെ. ഇനി നമുക്ക് ആ ഒരു മോണോ ആക്ടിൻ്റെ ചെറിയൊരു പോർഷൻ കാണിക്കാൻ പറ്റുമോ? മലദേവങ്ങളെ, നിങ്ങള് കണ്ണു തുറന്നൂലോ? എങ്കടെ പ്രാർത്ഥന കേട്ടല്ലോ. ചെങ്ങായേ, പെണ്ണു പെറ്റൂന്ന്. ഞാനേ ആസ്പത്രിയില് പോയി വരാം. ചേട്ടാ, ഒരു കുഞ്ഞുടുപ്പ്, കുറച്ച് കരിവള, ഒരു കിലുക്ക. എത്രയായി? ഓൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഉണ്ടായിരുന്നതൊക്കെ തീർന്നല്ലോ. നിന്നെ കാണുമ്പോ ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. അതെ, ഓന്റെ തടിച്ച ചുണ്ടും പതിഞ്ഞ മൂക്കും കാപ്പിരിത്തലയ മുടിയും ഈ കാട്ടുവാസി ഒരു കള്ളനാന്നാ തോന്നണേ. നമ്പീശ, അവനെ ഒന്ന് പിടിച്ച് നിർത്തിക്കേ. ഇവിടെ കുറെ സാധനങ്ങൾ കാണാതാവുന്നുണ്ട്. അവന്റെ സഞ്ചിൽ എന്നാ നോക്കടാ. അയ്യോ ചേട്ടാ, കള്ളനല്ല, ഞാൻ എന്റെ കുഴന്തയെ കാണാൻ വന്നതാ. കുഴന്തക്കുള്ള ഉടുപ്പും കിലുക്കി വെച്ചത്. എല്ലാ കള്ളന്മാരും ഇങ്ങനെ തന്നെയല്ലേ പറയല്. കണ്ടറിഞ്ഞൂടെ വാനൊരു കള്ളനാന്ന്? ചേട്ടാ, കള്ളനല്ല. സത്യം പറയടാ, നീ കട്ടതൊക്കെ എവിടെ വെച്ചു പറയടാ. തല്ലി കൊല്ലടാ അവനെ. ദൈവങ്ങളെ, എന്നെ കെട്ടിയവനെ കൊണ്ടുപോയല്ലോ. ഒരു കുഴന്തയ്ക്കായി എത്ര കാലം മോഹിച്ചു. ഒടുവെ കുഴന്തയായപ്പോ ഇങ്ങള് പോയില്ലേ മരിച്ച? എന്നെ കെട്ടിയവനെ കൊണ്ടുപോയില്ലേ മലദൈവങ്ങളെ? എന്റെ മോനെ മലദൈവങ്ങള് വിളിച്ചതല്ലല്ലോ, കൊന്നതല്ലേ. കൊന്ന് കെട്ടിത്തൂക്കിയതല്ലേ. കാട്ടേ കളിയുടെ ഏങ്ങൾക്കിപ്പോ കാട്ടുമൃഗങ്ങളെ പേടി, നാട്ടുവാസികളെയാ കാടും നാടാക്കി ലോകം മുടിക്കണ നിങ്ങളുടെ മക്കളുടെ ചിതയ്ക്ക് തന്നെയാ കൊള്ളി വെക്കണേന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങൾ എന്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നുന്നു. നിങ്ങൾ അവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നു. നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടുന്നു. നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നിങ്ങൾ ഓർക്കുക, നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന്. നന്ദി. ഈ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഗൂസ് ബംസ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ പെർഫോം ചെയ്യുമ്പോഴും ഭയങ്കര ഇമോഷണൽ ആവും അല്ലേ? നമ്മൾ ഈ ഒരു
ഇതിലായിട്ടാണല്ലോ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന പോലെയല്ലേ. അപ്പോൾ നമുക്ക് തന്നെ പല പ്രാവശ്യം ഇതിൽ പോകുമ്പോൾ മോൾക്ക് തന്നെ ഭയങ്കര ഇമോഷണലി ഒരു ഇതായിട്ടുണ്ടാവും അല്ലേ. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. നമ്മൾ ഡിസ്ട്രിക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത് സ്റ്റേറ്റ് ലെവലിൽ തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാനായിട്ട് പോവാണ്. അവിടെ ഇതുപോലെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ചെയ്തിട്ട് അവിടെയും എ ഗ്രേഡ് നേടണം. ഇനിയും ഒരുപാട് വേദികൾ നമുക്കുണ്ടല്ലേ മുന്നിൽ, അതിലൊക്കെ പെർഫോം ചെയ്യണം. ഒരുപാട് വേദികളിൽ ഒരുപാട് പേരെ ഇതുപോലെ കോരിത്തെരിപ്പിക്കാനായിട്ട് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ കൃഷ്ണസാനികയുടെ ഈ ഒരു പെർഫോമൻസ് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ ആ ഒരു പെർഫോമൻസ്, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ ഒരു പെർഫോമൻസ് കൃഷ്ണസാനികയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത മാഷുമാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരെ കൂടെ പരിചയപ്പെടാം. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മോണാക്ടില് മൈമില് ഹയർ സെക്കൻഡറി വിഭാഗം ഫസ്റ്റ് കിട്ടിയത് നിങ്ങളുടെ ടീമിന് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് പരിചയപ്പെട്ടതാണ്. ഇതാ വീണ്ടും അടുത്തൊരു ഫസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു മോണാക്ട് പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ? നല്ല മത്സരമായിരുന്നു, ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ റിസൾട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് വൈകിയാണ് ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുള്ളത്. ഈ വൈകിയ സമയത്തും നമ്മളോട് അത് ഷെയർ ചെയ്യാനും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷത്തിലാണ്. പേര്? എൻ്റെ പേര് അനീഷ് രവീന്ദ്രൻ. അതെ അതെ, നമ്മൾ വെച്ച ഒരു സബ്ജക്റ്റിനെ ഓഡിയൻസും വിധികർത്താക്കളും ഏറ്റെടുത്തു എന്നുള്ളതിൽ വലിയ വലിയ സന്തോഷമുണ്ട്. മോളത് കൃഷ്ണസാനിക വളരെ മനോഹരമായിട്ട് ആ കഥാപാത്രങ്ങളെയൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്തെ നമുക്ക് പല തീം ഉണ്ടായിരിക്കും. പല തീമുമായിട്ട് പല ആളുകളും വരുന്നുണ്ടായിരിക്കും കലോത്സവത്തിൽ. അപ്പോൾ അതിൽ നിന്ന് എടുത്തു നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഒരു സ്ക്രിപ്റ്റിംഗ് വരെ. അപ്പോൾ അതിന് പുതുമ കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ നമ്മുടെ രാജ്യം നേരിടുന്ന ഭാരതത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയെ സംബന്ധിച്ചാണ് നമ്മൾ ഓരോ സ്ക്രിപ്റ്റുകൾ എഴുതാറുള്ളത്. അപ്പോൾ മൈമിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ മോണാക്ടിൻ്റെ ആണെങ്കിലും മറ്റ് എന്തെഴുതുന്നതും നമ്മുടെ രാഷ്ട്രീയ പരിതസ്ഥിതിയെ സംബന്ധിച്ചാണ്. അപ്പോൾ തോന്നിയതാണ് യു പിയിലെ ഒരു വ്യക്തി നമ്മളെപ്പോലെയുള്ള ഒരു മനുഷ്യനെ തന്നെ ഭക്ഷണം ചോദിക്കുമ്പോൾ യൂറിൻ പാസ് ചെയ്യുക, യൂറിൻ ഒഴിച്ച് അയാളുടെ ജാതീയത അവിടെ കാണിക്കുന്നു. ഇത് തന്നെ അത് യു പിയിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ദളിത് യുവാവ് കൂടിയാണത്. ദളിത് യുവാവിൻ്റെ തലയിലേക്കാണ് ഉയർന്ന ജാതിക്കാരൻ യൂറിൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ജാതീയ വ്യവസ്ഥിതി ഇത്രയും വിദ്യാസമ്പന്നരായ ഭാരതീയരുടെ ഇടയിലും ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതേ സംഭവം തന്നെ എന്നാൽ കേരളത്തിലും ചൂണ്ടിക്കാണിക്കാം. ഈ പറഞ്ഞ പോലെ കേരളത്തിലെ വിശ്വനാഥൻ്റെ വിഷയവും യു പിയിലെ ആ ദളിത് യുവാവിൻ്റെ വിഷയവും കണക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്താലോ എന്ന് ഞങ്ങൾ ആലോചിച്ചു. അപ്പോൾ ഞാൻ എപ്പോഴും എന്തെങ്കിലും മനസ്സിൽ വന്നാൽ എൻ്റെ ചേട്ടനാണ്, എൻ്റെ സഹോദരനാണ്, ചേട്ടനായിട്ടാണ് ആലോചിക്കുക. ആളുടെ നിർദ്ദേശം ആൾ അങ്ങനെ പ്ലാൻ ചെയ്താൽ നന്നാവും, ഇങ്ങനെ ചെയ്യാം, അപ്പോൾ അങ്ങനെ ഒരു എഴുത്ത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ചേട്ടൻ്റെ ഒരു സപ്പോർട്ടിൽ അങ്ങനെ വന്നിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ഓരോ സ്ക്രിപ്റ്റുകളും അങ്ങനെയാണ് ജനിക്കാറ്. അങ്ങനെ നിങ്ങളുടെ നല്ലൊരു സ്ക്രിപ്റ്റ് വരുന്നു, അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ഒരു കുട്ടി വരുന്നു. നമ്മുടെ മോളുടെ അമ്മയുണ്ട് ഇവിടെ, നമുക്ക് അമ്മയെ കൂടെ വിളിക്കാം. ഇതാണ് കൃഷ്ണസാനികയുടെ അമ്മ. പേരെന്താണ്? കൃഷ്ണപ്രിയ. എന്താ? കൃഷ്ണപ്രിയ. ഓക്കെ. അപ്പോൾ മോള് ഫസ്റ്റ് വാങ്ങി വന്നിരിക്കുകയാണ്. എന്താ തോന്നുന്നത്? ഒരുപാട് സന്തോഷം. നമ്മള് മോൾക്ക് സപ്പോർട്ടായിട്ട് കാണാനൊക്കെ ആയിട്ട് വരുന്നത്, അല്ലാതെ കലോത്സവത്തിൽ സാറോട് ചോദിച്ചാൽ അറിയാം എൻ്റെ കോളുകൾ എത്ര പോയിട്ടുണ്ടെന്ന്. അത്രയും സാറുമാരുടെ സപ്പോർട്ടും അത് വലിയ കാര്യം. പിന്നെ എന്നെ കൊണ്ട് ആവുന്ന ലെവലിൽ ഞാൻ മാക്സിമം സപ്പോർട്ട് ചെയ്യും. യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ അല്ല, എൻ്റെ ആഗ്രഹമാണ് അവളിലൂടെ ഞാൻ കാണുന്നത്. പണ്ട് നമുക്ക് പറ്റാത്തത് അവളിലൂടെ നമ്മൾ നടത്തുകയാണ് അല്ലേ. അപ്പൊ എന്തായാലും സന്തോഷിക്കാനുള്ള ഒരു വക തന്നെയാണ്. ഇനി സ്റ്റേറ്റിലേക്ക് തിരുവനന്തപുരത്ത് പോകണം അല്ലേ. അപ്പൊ എന്തായാലും ടീച്ചറാണ്. ഞാനിപ്പോ ഡാൻസ് പഠിക്കുന്നുണ്ട്, പക്ഷെ എന്റെ ആഗ്രഹം അവളിലൂടെ കാണണം എന്നുള്ളതായിരുന്നു. ഒരുപാട് സന്തോഷം. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് ഇതുപോലുള്ള വിജയങ്ങൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഓൾ ദ ബെസ്റ്റ്.